നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയും മാധ്യമങ്ങളും ഇടയ്ക്കിടെ കേരളത്തിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പല വിവാദങ്ങളും അദ്ദേഹത്തിനെതിരെ ചില മാധ്യമ പ്രവർത്തകരടക്കം ഉന്നയിക്കാറുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ തക്കതായ മറുപടി നൽകിക്കൊണ്ട് സുരേഷ് ഗോപി പ്രതിരോധിക്കാറുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് ഒരു വീഡിയോ ക്ലിപ്പാണ്. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകർ എപ്പോഴും ക്യാമറയും മൈക്കുമായിട്ട് നടക്കുന്നവരാണ്. ചിലപ്പോൾ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകരെ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരെ ആയാലും കാണാനായിട്ട് ചിലപ്പോൾ മണിക്കൂറുകളോളം ക്ഷമയോടുകൂടി കാത്തു നിൽക്കേണ്ടി വരാറുണ്ട്. ഇന്നലെ മോദി സർക്കാരിൽ ആദ്യത്തെ ബജറ്റ് അവതരണമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കേരളവും ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ആ ബജറ്റിനെ നോക്കിക്കണ്ടത്. എന്നാൽ പ്രത്യക്ഷത്തിലൊന്നും തന്നെ കേരളത്തിന് ഒന്നും നൽകിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ആ ഒരു ബജറ്റ് പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന നേരത്ത് സുരേഷ് ഗോപിയുടെ അടുത്ത്, കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് ഡൽഹി കേരള ഹൗസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുവാനായിട്ട് മാധ്യമങ്ങളെല്ലാം തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ മറുപടി നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ മീഡിയ വൺ ചാനലിലെ ഒരു റിപ്പോർട്ടർ അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് മൈക്ക് പിടിച്ച് ഒരു കോക്രി കാണിക്കുന്ന, ഏകദേശം ഒരു തല്ലാൻ പോകുന്ന രീതിയിൽ ഒരു കോക്രി കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത്. ഏതായാലും മീഡിയ വണ്ണിലെ ഈ ഒരു റിപ്പോർട്ടർക്കെതിരെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു കേൾക്കുന്നത്. കാരണം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ ഒരു പെരുമാറ്റം അത് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടവയ്ക്കാം. കാരണം നമുക്ക് രാഷ്ട്രീയം പലതും ഉണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കാണിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഏതായാലും ചുറ്റും ക്യാമറകളെല്ലാം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടർക്ക് ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയിട്ടുള്ളത്. ഏതായാലും അതിനെതിരെ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വീഡിയോ വൈറലായതിനു ശേഷം ഈ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ വിമർശനം ഉയരുന്നുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ഈ ഒരു റിപ്പോർട്ടർ ഇപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപിക്കെതിരെ താൻ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തിക്കെതിരെ സോറി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വരികൾ ഞാൻ വായിക്കാം. കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു. കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത്. അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. എന്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവുമല്ലാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയോടെന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കരുതി കൂട്ടിയില്ലെങ്കിൽ പോലും എന്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഭവിച്ചു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും തനിക്ക് പറ്റിയ തെറ്റിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് വന്നതിന് താഴെ നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ താങ്കൾക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായല്ലോ, അതുകൊണ്ട് ക്ഷമ ചോദിച്ചത് വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നത്. ഏതായാലും ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വിമർശിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, അദ്ദേഹം ആരും ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഒരാളോടും ഇത്തരത്തിൽ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ പെരുമാറിയത് വളരെ മോശമായി എന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ അടക്കം ഇതിനെ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടർ മാപ്പ് പറഞ്ഞതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കളിയാക്കിക്കൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ലെവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം. ഞാൻ ഓനെ മോന്തായം കൊണ്ട് കോക്രി കാട്ടി, പിടിക്കപ്പെടുമെന്ന് കരുതിയില്ലെങ്കിലും പിടിക്കപ്പെട്ടു. ലേലു വല്ലു അൽ ഒട്ടഹ എന്നാണ് ഒരു പോസ്റ്റ്. ഏതായാലും ഒരു തമാശ രൂപേണയാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ നിരവധി ആളുകളാണ് ഈ ഒരു പ്രവൃത്തിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം ഏറെക്കുറെ ബജറ്റ് വന്നതിന് ശേഷം ചർച്ചയായതായിരുന്നു കേരളത്തിൽ എയിംസ് വരും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ അത് ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിനുശേഷം സുരേഷ് ഗോപി അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചുവെന്ന ആരോപണത്തോടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിൽ എയിംസ് വന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ കേരളം കൃത്യമായി സ്ഥലം ഏറ്റെടുത്ത് തരണം. കോഴിക്കോട് കിനാലൂരിൽ 150 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമ പ്രവർത്തകരോട് അത്ര മതിയോ എന്നായിരുന്നു മറുചോദ്യം. കേരളത്തിൽ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ? കേരളത്തിൽ ഫിഷറീസും സ്ത്രീകളുമില്ലേ? സുരേഷ് ഗോപി ചോദിച്ചു. ഏതായാലും തൊഴിലവസരങ്ങൾ തരുന്ന മേഖലകളിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിരിക്കുന്നത്? നിങ്ങൾ ബജറ്റ് പോയി പരിശോധിക്കൂ, പഠിക്കൂ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം വളരെ ധൃതിയിൽ അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോഴായിരുന്നു അതിന് പിന്നാലെ ഈ ഒരു സംഭവം അരങ്ങേറിയത്.